ഓരോ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നതാണ് നമ്മൾ അനുസരിക്കുന്നൊരു മക്കളായി മാറണമെന്ന്. അവർ എന്ത് ആഗ്രഹിച്ചാലും എന്ത് ആവശ്യപ്പെട്ടാലും അവിടെ കൊണ്ടുപോകേണ്ടതാണെങ്കിൽ കൊണ്ടുപോകും, വാങ്ങിച്ചു കൊടുക്കേണ്ടതാണെങ്കിൽ വാങ്ങിച്ചു കൊടുക്കും. ഇതൊക്കെ ഓരോ ഉമ്മയും വാപ്പയും ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷേ മക്കളെ വിളിക്കുമ്പോൾ പോലും വിളിക്കുത്തരം നൽകാത്ത മക്കളും ഇല്ലേ? എത്ര പ്രയാസമായിരിക്കുമല്ലേ അത്തരം നൊമ്പരങ്ങളൊക്കെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ. അത്തരത്തിലുള്ള വേദന നിങ്ങൾക്കുണ്ടാകാറുണ്ടോ? ഒരു മകൾ ഫാത്തിമ എന്നാണെന്ന് വിചാരിക്കുക, ചെറിയ പ്രായമാണ്. മക്കളെ ഫാത്തിമ എന്ന് വിളിക്കുമ്പോൾ ഓ ഉമ്മച്ചി എന്ന് സ്നേഹത്തോടെ വിളി കേൾക്കുന്ന ആ മോളുടെ ആ ശബ്ദം, ആ വിളി, അതിൽ തന്നെ ഉമ്മാക്കെല്ലാം കിട്ടി. പക്ഷേ കുറച്ചും കൂടി വലുതായി ഈ മകൾ എന്തൊക്കെയോ ലെവലിലൊക്കെ എത്തി എന്ന് തോന്നുമ്പോൾ ഫാത്തിമ എന്ന് ഈ ഉമ്മ വിളിച്ചാൽ ഈ മകൾ വിളി കേൾക്കാറുണ്ടോ? മകൾ വിചാരിക്കും വലിയ ആവശ്യമുണ്ടെങ്കിൽ ഒന്നും കൂടി വിളിക്കും എന്ന് പറഞ്ഞ് വിളി കേൾക്കാതെ ഇരിക്കും. ഉമ്മ വീണ്ടും വിളിക്കും ഫാത്തിമ, അപ്പോഴും വിളി കേൾക്കില്ല. അത്ര അത്യാവശ്യമൊന്നും ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ ഇനിയും വിളിക്കും. അങ്ങനെ ഉമ്മ അവസാനം സഹികെട്ടിട്ട് ഫാത്തിമ എന്നങ്ങ് വിളിക്കുമ്പോൾ ഇവരെ കൊണ്ട് തൊട്ട് എന്താ എന്നാണോ നിങ്ങളുടെ വീട്ടിലെ മക്കളും വിളി കേൾക്കുന്ന ശൈലി? അത് വലിയ സങ്കടം നിങ്ങളുടെ മനസ്സിൽ കൊള്ളിക്കുന്നില്ലേ? എങ്കിൽ ആ സങ്കടം മാറി പഴയ ഫാത്തിമ തന്നെ ചെറിയ പ്രായത്തിലേക്ക് തന്നെ കടന്നു പോകണോ? നിങ്ങളുടെ മക്കൾ ചാരത്ത് വന്ന് നിൽക്കുമ്പോൾ പരിശുദ്ധമാക്കപ്പെട്ട അസ്മാഉൽ ഹുസ്നയിലെ അഷഹീദ് എന്ന് പറഞ്ഞൊരു ഇസ്മ റബ്ബിനുണ്ട്. യാ ഷഹീദു യാ അല്ലാ എന്ന ഇസ്മ ഇടയ്ക്കൊക്കെ ഓതി അവരുടെ തലയിൽ ഇങ്ങനെ തലോടി ഒന്ന് ഊതിക്കൊടുക്കുക. പഴയ രീതിയിലേക്ക് അനുസരണയുള്ള മക്കളായി മാറാം. നിങ്ങളുടെ കുടുംബത്തിലേക്കും നിങ്ങളുടെ സാഹോദര്യ ബന്ധങ്ങളിലേക്കും എല്ലാവരിലേക്കും ഇതെത്തിക്കുക. എല്ലാവരുടെയും മക്കൾ അനുസരണയുള്ളതാകട്ടെ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. मेरी बात बन गई है तेरी